By the way, I am Kalyani. Therefore, I am going to file a case. അതായത് നമ്മുടെ മൈ വേ കല്യാണി, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മൈ വേ കല്യാണിയെ കുറിച്ചിട്ട് അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്. എൻ്റെ വഴി എൻ്റെ കുഴി എന്ന് പറയുന്ന മൈ വേ കല്യാണി ഇപ്പൊ ഒരു കോൺട്രവേഴ്സിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മൈ വേ കല്യാണിന്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഡെയിലി വ്ലോഗ്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗറാണ്. രാവിലെ എണീച്ച ഉടനെ മൊബൈലും ഓണാക്കിയിട്ട് അടുക്കളയിൽ വെക്കും, അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും സൈഡിലേക്ക് വെക്കും. അവിടെ ഉണ്ടാക്കുന്ന പുട്ടും മീൻകറിയും ചിക്കൻ കറിയും കപ്പയും വാഴേന്റെ പിണ്ടീന്റെ ഉപ്പേരിയും എല്ലാം എടുത്ത് വ്ളോഗാക്കിയിട്ട് ഷോർട്സ് വീഡിയോ ഇറക്കും. അതിന്റെ കൂടെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. പ്രൊഡക്റ്റ് ടാഗ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ്. ഏകദേശം 1.5 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് മൈ വേ കല്യാണി. ഇപ്പൊ ഒരാഴ്ച മുമ്പേ 8 ദിവസത്തിന് മുമ്പേ മൈ വേ കല്യാണി ഒരു ഷോർട്സ് വീഡിയോ ഇടുന്നു. ഞാനൊരു ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നും അവിടുന്ന് എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായതെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ. അവിടെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ല എന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബില്ല് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ. അത് കണ്ടപ്പോൾ കുറെ ആൾക്കാർ ആ ഷോർട്സ് വീഡിയോയുടെ താഴെ കുറെ കമന്റ്സ് അയച്ചു. ഇത് എന്താണ് പ്രശ്നം, എല്ലാം ശരിയാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം പോസിറ്റീവ് കമന്റ്സ്, മൈ വേ കല്യാണിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറെ കമന്റ്സ് ഉണ്ടായി. അതിനുശേഷം ദേവ് ഡി കോഡ് ഒരു ദിവസം മുന്നെയാണെന്ന് തോന്നുന്നു, ദേവ് ഡി കോഡ് എന്ന യൂട്യൂബ് ചാനൽ അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടു. അതായത് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിളിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നല്ല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. നമുക്ക് ആദ്യം മൈ വേ കല്യാണിന്റെ ആ ഷോർട്സ് വീഡിയോ നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇവരെ ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളാണ്. ഈ സിനിച്ചേട്ടൻ എന്ന് പറയുന്നത് കല്യാണിയുടെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. പോലീസുകാരൻ എന്നൊക്കെയാണെന്നാണ് ഞാൻ ആ കമന്റ്സിലൂടെ ഈ ഒരു സംഭവം അതിന് ശേഷം സെർച്ച് ചെയ്തേരം കണ്ടേരം കല്യാണിന്റെ ബ്ലോഗൊക്കെ കുറച്ച് കണ്ടേരം മനസ്സിലായത് പോലീസുകാരനാണ് കേട്ടോ, സുനിച്ചേട്ടൻ അല്ലെ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. കല്യാണി പല്ലേക്കുന്ന തന്നെ ഒരു പ്രത്യേകത, ഇങ്ങനെ വലിയ ഇവിടെ മുഖം മുറുക്കുക. അത് പേസ്റ്റ് കാണാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ് പല്ലേക്കുക കല്യാണി. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനം പറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാന്നുള്ള കല്യാണി പറയുന്നുണ്ട്. അപ്പോ ഈ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം 8 ദിവസമായി ഇതുവരെ ആയിട്ട് ഒരു ലോങ് വീഡിയോ വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോ ചർച്ചയായിക്കൊണ്ട് നിൽക്കുന്നത്. എന്താണ് പറ്റിച്ചത് എന്നുള്ള കാര്യം കല്യാണി വഴിയെ പറയും. സ്ഥാപനത്തിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ, സീ യു. ആക്ച്വലി ഈ ഷോർട്സ് വീഡിയോ
പിന്നെ കല്യാണി പറയുന്ന വിഷയങ്ങളും തമ്മിൽ ഒരു ബന്ധുവില്ല. നമ്മൾ ആ പിന്നെ ഉണ്ടാക്കുന്ന പുട്ട് നോക്കണോ, ഉണ്ടാക്കുന്ന പിന്നെ വറവ് നോക്കണോ, ഉപ്പേരി നോക്കണോ, അല്ല ടിഫിൻ ബോക്സിൽ വെക്കുന്ന ചോറും അച്ചാറും നോക്കണോ, എന്നിട്ട് പറയുന്നതോ ഞാനവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഉദ്ദേശിച്ചേ ബൈ ദ വേ ബട്ട് ഭൈ എന്താണ് ഉദ്ദേശിച്ച കല്യാണി, പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്യണം ആ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, സ്ഥാപനത്തിന്റെ പേര് കമന്റ്സിൽ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കും ആരോ ഒരാളെ കമന്റ് ചെയ്യുന്നു ഇതാണോ സ്ഥാപനം എന്നെയും പരിചയം എന്ന് പറയുമ്പോൾ അതേന്നുള്ളത് കല്യാണി പറയുന്നുണ്ട്. പക്ഷെ സ്ഥാപനത്തിന്റെ പേര് എവിടെയും കല്യാണി പറയുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം എന്നറിയില്ല. പക്ഷെ കമന്റ്സിലൂടെ പിന്നെ കല്യാണി അതേന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് ദർ ഫോർ ഐ ആം എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു കമ്പനി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, കമ്പനിയല്ല, ഹോസ്പിറ്റലാണ്. ഈ ദർ ഫോർ ഐ ആം എന്ന് പറയുന്ന ഹോസ്പിറ്റല് പിന്നെ മഞ്ജുവാരടക്കം പല സെലിബ്രിറ്റികളെയും ചികിത്സ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിന്നിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം പിന്നെ ഇനി കുറെ കമന്റ്സ് പറയും ഇതിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് പഠിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ കുറെ കമന്റ്സ് വരും. ഐ ഡോണ്ട് കെയർ. പിന്നെ അതുകൊണ്ടാണ് കല്യാണി ഈ പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയാതിരുന്നതും കമന്റ്സ് വന്നപ്പോൾ അതെ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ദേവ് ഡീകോഡ് എന്ന് പറഞ്ഞത് ഒരാഴ്ചയോളം ഈ കല്യാണിന്റെ ഷോർട്സ് കണ്ടതിന് ശേഷം ഒരാഴ്ചയോളം കാത്തു നിന്നു കല്യാണം എപ്പോൾ ലോങ് വീഡിയോ ഇടും, പിന്നെ ഇതിന്റെ സത്യാവസ്ഥ ആയിരുന്നു പറഞ്ഞിട്ട്. ലോങ് വീഡിയോ ഇടാത്ത സമയത്ത് ദേവ് ഡീകോഡ് ആ സ്ഥാപനത്തിലേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അവിടുന്ന് വരുന്നുള്ള ഉത്തരങ്ങൾ പറഞ്ഞത് കല്യാണി പറഞ്ഞതും അവിടുന്ന് ഉത്തരങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. നമുക്കത് ദേവ്കോഡിന്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിസിറ്റ് അറൌണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 മാസമായിട്ട് കല്യാണി ദർഫോർ ഐ ആം എന്ന ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതായത് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് സ്കിൻ എന്തോ ഡാമേജ് ആയി അതിന്റെ വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ദർഫോർ ഐ ആമിലേക്ക് പോയിട്ടുള്ളത്. ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിന് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടഡൈൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ആൻഡ് IV ദയവായിട്ട് ഇത് കാണുന്ന കുറച്ചങ്ങ് ആൾക്കാരാണെങ്കിൽ ഇതിൽ വലിയ വ്യൂസൊന്നും കിട്ടൂല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും 100 വ്യൂസോ 150 വ്യൂസോ ചിലപ്പോൾ ഉണ്ടാകാം. കാണുന്നവര് തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന ഈ ഇൻഫ്ലുവൻസറുടെ വാക്കും കേട്ടിട്ട് കണ്ട ബ്യൂട്ടി ക്രീം എടുത്തിട്ട് പുരട്ടുകയും ഉള്ള പിന്നെ ഇപ്പൊ തന്നെ ഗർസോപ്പ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിന് കുറെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കുറെ സെലിബ്രിറ്റികളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഹെലോണസ് പാട്ടയും പിന്നെ ബാക്കിയുള്ള കുറച്ചാളും വീണ്ടും അത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, ഈ ടാൻ ഒഴിവാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. ദയവായിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം അത് അപ്പൊ തന്നെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറഞ്ഞ ശേഷം മുഖത്ത് പുരട്ടാതെ എവിടെയെങ്കിലും കയ്യിലോ എവിടെയെങ്കിലും പുരട്ടിയിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ 100% വിശ്വസിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ കല്യാണി പട്ടപ്പെടുന്ന ഏതോ സൺസ്ക്രീനാണ്, ഏതോ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം കല്യാണിക്ക് തന്നെ പണി കിട്ടിയാണ്. അതാണ് ഞാൻ എൻ്റെ തമ്പനയിൽ വെച്ചത്, എൻ്റെ വഴി എൻ്റെ കുഴി, എൻ്റെ വഴിക്ക് പോയി അതേ ഞാൻ കുഴിച്ച കുഴി തന്നെ ഞാൻ തന്നെ വീണു എന്നുള്ളതാണ് കല്യാണിന്റെ അവസ്ഥ. അതുകൊണ്ട് കണ്ടും അനുഭവിച്ചും അറിഞ്ഞതിന് ശേഷം മാത്രം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം. എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട്
എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Because നമുക്ക് അല്ലാതെയുള്ള ആക്ട്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി കൃഷിയിലും ടെക്സ്റ്റൈലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് അയാള്. ഇവര് അല്ലാത്ത നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കായികല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സൗണ്ട് ഭയങ്കരമായിട്ട് ഒരു പിന്നെ ചെവില് തുളച്ച് കയറുന്ന സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഈ മൈവേ കല്യാണിക്ക് മുഖത്ത് വല്ലാത്ത പ്രശ്നം വന്നു. അപ്പൊ കമന്റ്സിലെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്താ പറ്റിയ, മുഖത്ത് എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കാൻ തുടങ്ങി. ഇത് 8 മാസം മുന്നേ ഉള്ള കാര്യാട്ടോ. അപ്പോ കല്യാണിക്ക് അത് വല്ലാത്ത ഒരു വിഷമായി. അതിനുശേഷം ഈ therefore I am എന്നുള്ള ഈ സ്ഥാപനത്തിലെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ കല്യാണി ഫാനായിരുന്നു ആ ഡോക്ടറുടെ. അതുകൊണ്ട് അവിടെ പോയി ചികിത്സിക്കാന്ന് പറഞ്ഞിട്ട് കൊല്ലത്താണല്ലോ, കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്താണ് ഈ സ്ഥാപനം. അതേപോലെ തന്നെ എറണാകുളത്തുണ്ട്. അതുകൊണ്ട് കൊല്ലം തിരുവനന്തപുരം അടുത്തായാണ്. തിരുവനന്തപുരത്ത് പോയിട്ട് ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ കല്യാണിന്റെ ഫീൽഡ് ഇതാണല്ലോ. ഒന്ന് ബ്യൂട്ടി വ്ളോഗ്സ്, പിന്നെയുള്ളത് വെച്ചാൽ ഡെയിലി വ്ളോഗ്സ്, ഫാമിലി വ്ളോഗ്സ് എന്നിവയാണ്. പിന്നെ വീട്ടിൽ ചോറും കറിയും വെക്കുന്നത് വ്ളോഗ് ആക്കുക, പിന്നെ മുഖത്ത് പുരട്ടുന്നത് വ്ളോഗ് ആക്കുക. ഇതാണ് കല്യാണിന്റെ ജോലി. അപ്പോ എന്തായാലും ട്രീറ്റ്മെന്റിന് പൈസ ആവുമല്ലോ. അത് വളരെ ഒരു പ്രസിദ്ധി ആർജിച്ച ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. 15 വർഷത്തോളം പാരമ്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ എറണാകുളത്തുള്ളത്. ഈ തിരുവനന്തപുരത്ത് 4 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഫേമസ് ആണ്. എനിക്ക് 1.5 മില്യൺസ് സബ്സ്ക്രൈബർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇത് കൊളാബ് ചെയ്യാം. പിന്നെ പൈസ കൊടുക്കാണ്, ട്രീറ്റ്മെന്റ് പൈസ കൊടുക്കാതെ ഞാൻ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകരുത്. നമുക്ക് അതിനെക്കാട്ടിയും വലിയ സെലിബ്രിറ്റീസ് വേണ്ട. അവരെ വെച്ച് നമ്മൾ കൊളാബ് ചെയ്തിട്ടില്ല, അവരെ വെച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇല്ല. പിന്നെയാണോ നീ കല്യാണിനെ ആർക്കും അറിയില്ലാന്ന് തോന്നും. അതുകൊണ്ട് പിന്നെ കൊളാബൊന്നും വേണ്ട എന്നുള്ളത് പിന്നെ ഹോസ്പിറ്റലിൽ തീരുമാനിക്കും, ഹോസ്പിറ്റലിന്റെ മാനേജറെ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ കല്യാണിക്ക് അങ്ങ് ദേഷ്യം വന്നു. അത് ഞാൻ ഇത്രയും വലിയ പുള്ളിയായിട്ട് എന്റെ കൊളാബ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് വന്നത്. പക്ഷെ ഇതില് കല്യാണി പറയുന്നുണ്ട് ഞാനാണ് കേസ് കൊടുത്തത്. പക്ഷെ അതിന് മുന്നേ ഈ ഹോസ്പിറ്റലിൽ കല്യാണിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണ്ടിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു. അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. അയാൾ പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആൾ ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ്മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവര് പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങള് ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ട് വന്നത്. അപ്പൊ കല്യാണി പറയുന്നത് ബില്ല് കൊടുത്തിട്ടില്ല, അതിന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നാണ് കല്യാണി വെച്ചേക്കുന്ന അലിഗേഷൻ. അപ്പോ അതിൽ ആ സ്റ്റാഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 8 മാസമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ബില്ലും ഈ പിന്നെ ഡീറ്റെയിൽസും കൊടുക്കാതെ എങ്ങനെ 8 മാസം ട്രീറ്റ് എന്ന്? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 8 മാസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് സത്യമാണെങ്കിൽ ആ ബില്ലും
അതിന്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമുക്ക് എന്തായാലും ഒരു ഫയൽ തരുമല്ലോ. ഹോസ്പിറ്റൽ എന്തായിട്ടും ഒരു ഫയൽ കിട്ടുമല്ലോ. നമ്മളെ എന്തൊക്കെയാണ് നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് പോയിക്കണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഫയൽ നമുക്ക് തരും. അതില്ലാതെ ഒരു ഹോസ്പിറ്റലും മുന്നോട്ട് പോയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുട്ടോ. പിന്നെ ഈ ബ്യൂട്ടി ഇതിന്റെ ഒക്കെ അറിയില്ല, സാധാരണ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ 8 മാസം എന്തുകൊണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ഇപ്പം ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്ക്ലി മൂവ് ചെയ്തപ്പോ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ ഏൽപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു? ഇപ്പൊ അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്? ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ, ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നില്ല ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് സാറാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ, നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരോടെ പറഞ്ഞ അപ്പോൾ അതാണ് കാര്യങ്ങൾ. ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടെങ്കിലും ആരോ പറഞ്ഞത് പിൻ ചെയ്ത് കമന്റ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് പറയുന്നത്. ആക്ച്വലി കൊളാബ് ചോദിച്ചു, കൊളാബ് തന്നില്ല. അപ്പോ കല്യാണിക്ക് അങ്ങ് ദേഷ്യം വന്നു. അതുകൊണ്ട് പിന്നെ കല്യാണി ആ സ്ഥാപനത്തിന്റെ പേര് നാറ്റിക്കും എന്നുള്ള രീതിയിൽ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ ലോങ് വീഡിയോയിൽ ചിലപ്പോൾ വേറെ വേർഷൻ ആയിരിക്കും വരുന്നത്, നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഇപ്പം മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ദെർഫോർ ഐ ആം എന്നുള്ള ഹോസ്പിറ്റലിന്റെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 8 മാസം എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ ബൈ ദ വേ മൈ വേ കല്യാണി എന്താണ് ഇതിനെ സത്യാവസ്ഥ എന്നുള്ളത് ലോങ് വീഡിയോ കാത്ത് കുറേയായി നിൽക്കുന്നു. 7 ദിവസം 8 ദിവസമായി. അതുകൊണ്ട് അതിനെ സത്യാവസ്ഥ നിങ്ങളുടെ വേർഷൻ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടാകും, ബാക്കിയുള്ളവർക്കും ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. ഇത്രയൊക്കെയാണ് പറയുന്നത്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.